ലോകപ്രസിദ്ധമായ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ടെറസിൽ പുതിയ റെസ്റ്റോറന്റ് തുടങ്ങാൻ പദ്ധതിയുണ്ടെന്ന മാധ്യമ റിപ്പോർട്ടുകൾ നിഷേധിച്ച് വത്തിക്കാൻ. ബസിലിക്കയുടെ മേൽക്കൂരയിൽ വിനോദസഞ്ചാരികൾക്കായി ഭക്ഷണശാല ഒരുങ്ങുന്നു എന്ന രീതിയിൽ ഇറ്റാലിയൻ പത്രമായ ഇൽ മെസ്സഞ്ചറോ പ്രസിദ്ധീകരിച്ച വാർത്തകളോടാണ് വത്തിക്കാൻ വക്താക്കൾ പ്രതികരിച്ചത്. നിലവിൽ ബസിലിക്കയുടെ ടെറസിൽ തീർത്ഥാടകർക്കായി കാപ്പി, ലഘുപാനീയങ്ങൾ എന്നിവ ലഭിക്കുന്ന ചെറിയൊരു കഫേ പ്രവർത്തിക്കുന്നുണ്ട്. സന്ദർശകരുടെ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ ചെറിയ റിഫ്രഷ്മെന്റ് ഏരിയ വിപുലീകരിക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. പുതിയ മാറ്റങ്ങൾ വരുത്തിയാലും ആത്മീയ അന്തരീക്ഷത്തിനും സ്ഥലത്തിന്റെ വിശുദ്ധിക്കും ചേരുന്ന രീതിയിലുള്ള ലളിതമായ ക്രമീകരണങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു. തീർത്ഥാടകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം ബസിലിക്കയിലേക്കുള്ള തിരക്ക് കുറയ്ക്കാനും ഇത് സഹായിക്കും. ബസിലിക്കയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന തൊഴിലാളികൾ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ചില ഭാഗങ്ങൾ സന്ദർശകർക്കായി തുറന്നുകൊടുക്കാനും അവിടെ ലഘുഭക്ഷണശാല തുടങ്ങാനും നീക്കമുണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ഇതൊരു വലിയ റെസ്റ്റോറന്റ് ആയിരിക്കില്ലെന്ന് വത്തിക്കാൻ കമ്മ്യൂണിക്കേഷൻ ഓഫീസ് അറിയിച്ചു. മൈക്കലാഞ്ചലോ രൂപകൽപ്പന ചെയ്ത വലിയ താഴികക്കുടത്തിന് തൊട്ടു താഴെയാണ് നിലവിൽ ഈ കഫേ സ്ഥിതി ചെയ്യുന്നത്. നവംബറിൽ ആഘോഷിക്കുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ 400-ാം വാർഷികത്തോടനുബന്ധിച്ച് കൂടുതൽ സൗകര്യങ്ങൾ തീർത്ഥാടകർക്കായി ഒരുക്കാനാണ് വത്തിക്കാന്റെ ലക്ഷ്യം.